الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള ഒട്ടുമൽ ശാഖ മഹല്ല് പ്രധാന വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ ഒരു വൈകുന്നേര സമയം അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങളെന്ന പ്രമേയം കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ ഒരു സംസ്ഥാന ക്യാമ്പയിനിൻ്റെ പ്രമേയമായി പ്രഖ്യാപിച്ച് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 വിഷയത്തിലുള്ള പ്രോഗ്രാമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും നമ്മുടെ പ്രോഗ്രാം തുടരുന്നതായിരിക്കും. കുറച്ച് സമയം നമ്മുടെ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ സമൂഹമൊന്ന് നന്നായി കാണാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് ശേലായിരിക്കും എല്ലാവരും നന്മയുള്ള ആളുകളാകുമ്പോൾ, എല്ലാവരും സ്നേഹവും സഹകരണവും സഹിഷ്ണുതയുമൊക്കെ ഉള്ള ആളുകളായി മാറുമ്പോൾ അത് നമ്മുടെ നാടിന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസവും വേദനയും ഒക്കെ വന്നു കഴിഞ്ഞു അവിടെ എല്ലാവരും ഒന്നിച്ചു നിന്ന് സഹകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിനൊരു ആനന്ദമാണ്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ഒരു ഒട്ടുമ്മൽ, അതുമായി ബന്ധപ്പെട്ട അടുത്ത പ്രദേശങ്ങളെല്ലാം ചിലപ്പോൾ ഒട്ടുമ്മൽ നിന്ന് മാത്രമാവുകയില്ല ഈ ഒരു സംഗമത്തിന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. അടുത്തടുത്ത യൂണിറ്റുകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ വന്നിട്ടുണ്ടാകും. ഏതായാലും നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ ഒരു നാട്, സമൂഹം നന്നാകണമെങ്കിൽ അതിന് ഇസ്ലാം മുന്നിലേക്ക് വെക്കുന്നത് അവിടെയുള്ള ഓരോ കുടുംബങ്ങളും നന്നാവുക എന്നുള്ളതാണ്. അവിടെയുള്ള ഓരോ വ്യക്തികളും നന്നാവുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ ഒരുപാട് വ്യക്തികളുണ്ടാകും. ആ വ്യക്തി നന്നാകുന്നതിലൂടെ കുടുംബം നന്നായി, അങ്ങനെയാണ് നാട് നന്നാവുക. പണ്ട് നമ്മളൊക്കെ ഒരു കഥ പറയാറുണ്ട്. ഒരു ഉമ്മയും ബാപ്പയും ഒരു മകനും മാത്രമുള്ള ഒരു വീട്. ആ വീട്ടിൽ മകൻ എന്തു പറഞ്ഞാലും ഉമ്മയും ബാപ്പയും ഒക്കെ അനുസരിക്കും. നല്ല സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഒരു ദിവസം ലോകവിവരം നേടാൻ ആഗ്രഹമുള്ള കുട്ടി വാപ്പയോട് പറഞ്ഞു, വാപ്പ, താങ്കൾ പുറത്തുപോയി വരുമ്പോൾ എനിക്ക് ലോകവിവരം നേടാനുള്ള ഒരു ഭൂപടം എനിക്ക് വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. നീ കാണാത്തവർ മക്കളോടൊക്കെ ചോദിച്ചാൽ മതി, അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മകൻ്റെ ആഗ്രഹമല്ലേ, അത് വാങ്ങിക്കൊടുത്തു. പിന്നീടുള്ള സമയം മുഴുവൻ അത് പഠിക്കണമെന്ന്, അറിയണമെന്ന ആഗ്രഹത്തോടു കൂടി അതിൻ്റെ മുമ്പിലിരുന്ന് സമയം ചെലവഴിക്കുകയാണ് ആ മകൻ. ഉമ്മ എന്തു പറഞ്ഞാലും അനുസരിക്കാത്ത, വാപ്പയോട് അനുസരണക്കേട് കാണിക്കുന്ന ഒരവസ്ഥ വന്നു. ഒരു ദിവസം എന്തോ പറഞ്ഞ് അനുസരിക്കാതെ ആയപ്പോൾ വാപ്പ ദേഷ്യപ്പെട്ട് വന്ന് ആ ഭൂപടം പിച്ചി ചീന്തി വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് വാപ്പ പുറത്തേക്ക് പോയി. അത് ആ സമയത്ത് ആ ഒരു വിഷമം കൊണ്ട് ചെയ്തു പോയതാണ്. കുറച്ച് കഴിഞ്ഞ് വാപ്പ മടങ്ങി വന്നു. വാപ്പ മടങ്ങി വന്നപ്പോൾ ഉമ്മാനോട് ചോദിച്ചു, മോനെവിടെ പോയി എന്ന് ചോദിച്ചു. അവൻ നിങ്ങൾ പോയ ആ സമയം മുതലേ അവൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. മകനെയും അന്വേഷിച്ച് വാപ്പ എന്ത് ചെയ്യാണ്, റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് വാപ്പ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് വാപ്പ കണ്ടത്? രാവിലെ പിച്ചിച്ചീന്തി വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഭൂപടത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ ഒരൽപ്പം പോലും ഒന്നിനും വ്യത്യാസമില്ലാത്ത അവസ്ഥയിൽ അതിൻ്റെ മുമ്പിലിരിക്കുന്ന മകനെ കണ്ടപ്പോൾ വാപ്പ അത്ഭുതപ്പെട്ടു പോയി. വാപ്പ ചോദിച്ചു, മോനെ, നിനക്ക് ഇത് എങ്ങനെ സാധിച്ചു? ഒരു വള്ളിക്ക് പുള്ളിക്ക് പോലും വ്യത്യാസമില്ലാതെ ഇതിനെ പഴയ രൂപത്തിൽ നന്നാക്കിയെടുക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിന് മകൻ നൽകിയ മറുപടി, വാപ്പ, ഞാൻ ലോകത്തെയല്ല ഞാൻ നന്നാക്കിയത്. ഞാൻ ലോകത്തെ നന്നാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ രൂപത്തിൽ നന്നാക്കിയെടുക്കാൻ കഴിയില്ലായിരുന്നു വാപ്പ. പിന്നെ എന്താ സംഭവിച്ചത്? വാപ്പ ഇത് വാങ്ങിക്കൊണ്ടുവന്ന അന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നാക്കിയത് ലോകത്തെയല്ല, ഞാൻ നന്നാക്കിയത് ആ മനുഷ്യനെയാണ്. ആ മനുഷ്യൻ നന്നായപ്പോഴാണ് ലോകം നന്നായത് എന്ന് ആ മകൻ മറുപടി കൊടുക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭിത്തിയിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ഒരു നല്ലൊരു സന്ദേശം എഴുതാൻ വേണ്ടി ലോകത്ത് വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. ലോകത്ത് വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളും, അതിൽ ഖുർആനുണ്ട്, ബൈബിളുണ്ട്, അങ്ങനെ വായിക്കപ്പെടുന്ന ഭഗവത്ഗീതയുണ്ട്, അങ്ങനെ എല്ലാവരും വായിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം കൊണ്ടുവന്ന് പരിശോധിച്ച് അവസാനം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ച വചനം പരിശുദ്ധ ഖുർആനിൽ ഇന്നും നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിലെ വചനം, പിന്നെ ഒരു വ്യക്തി നന്നാകാതെ ഒരു സമൂഹം നന്നാവുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അത് പരിശുദ്ധ ഖുർആനിൻ്റെ വചനമാണ്. അത് ഖുർആനിലെ ആയത്താണ്. നമുക്കിറങ്ങിയ, അല്ല, ലോകത്ത് പിന്നെ ലോകത്തേക്ക് അവതരിച്ച, നമ്മൾ സ്വീകരിച്ച, നമ്മൾ വിശ്വസിച്ച, നമ്മൾ ഉൾക്കൊണ്ട പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമുക്ക് നൽകുന്ന വലിയ സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ്. ഒരു കുടുംബം നന്നാകണമെങ്കിൽ
ആ കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ വ്യക്തികളും നന്നാകണം. അങ്ങനെ കുടുംബം നന്നായെങ്കിൽ മാത്രമാണ് ഒരു സമൂഹം, ഒരു നാട് നന്നാവുകയുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ സന്ദേശമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം അത് നന്നാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. നമ്മുടെ പ്രമേയം പവിത്രമായ കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്നതാണ്. പവിത്രമായ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം പവിത്രമാവുക, അത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. എല്ലാ കുടുംബവും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ കുടുംബം പവിത്രമാകണമെങ്കിൽ അത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന വിഷയം. ബന്ധങ്ങൾ പരിശുദ്ധമാകാതെ ഒരിക്കലും കുടുംബം പവിത്രമാവുകയില്ല. ആ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മളിൽ ഈമാൻ ഉണ്ടാകണം. അവിടെയാണ് വിഷയം, അവിടെയാണ് വിഷയം. നമ്മുടെ ബന്ധങ്ങൾ പരിശുദ്ധമാകണം. ബന്ധങ്ങൾ പരിശുദ്ധമാകണമെങ്കിൽ അത് ഈമാനിൽ പെട്ടതാണ്, ഈമാനിൻ്റെ അടയാളമാണ്, അല്ലേ? ബന്ധങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്തുൻ നിസാ ഞാൻ ഓതി നിങ്ങളുടെ മുമ്പിൽ 2-3 ആയത്തുകൾ നമ്മളെപ്പോഴും ഖുത്ബ കേൾക്കാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ പറയുമ്പോൾ ഹംദും സ്വലാത്തും ചൊല്ലുമ്പോൾ ഈ ആയത്തുകൾ ഓതാറുണ്ട്. ആ കൂട്ടത്തിൽ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്ത് പ്രവാചകൻ പാരായണം ചെയ്യാറുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിച്ചത്? യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا യാ അയ്യുഹന്നാസ്, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിക്കുക. മുസ്ലിങ്ങളെ, മുഅ്മിനീങ്ങളെ എന്നതല്ല അല്ലാഹുവിൻ്റെ വിളി. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും, പ്രത്യേകം ഗോത്രക്കാരെയല്ല, അറബികളെയല്ല, പ്രത്യേകം മതക്കാരെയല്ല, ലോകത്തുള്ള സകല മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാവിനെ, നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആരാണ് നിങ്ങളുടെ റബ്ബ്? ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. ആരാണ് ആ മനുഷ്യൻ? അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദമിൽ നിന്ന് നിങ്ങളെ പടച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഖലഖ മിൻഹാ സൗജഹാ, ആദമിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ആ ആദമിന് വേണ്ടുന്ന ഇണയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. ആരാണ് ആ ഇണ? ഹവ്വാ റളിയല്ലാഹു അൻഹാ. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാപിപ്പിച്ചു കൊണ്ടുവന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ട് അല്ലാഹു തുടർന്നുകൊണ്ട് അതേ ആയത്തിൽ പറയുകയാണ്, വത്തഖുല്ലാഹല്ലദീ തസആലൂന ബിഹി വല്ലർഹാം. ഏതൊരു റബ്ബിനെ കുറിച്ചാണോ, ഏതൊരു സൃഷ്ടാവിനെ കുറിച്ചാണോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ റബ്ബിനെ തന്നെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം സംശയമുള്ള, ഭിന്നാഭിപ്രായമുള്ള ആളുകൾ, അല്ലാഹുവിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നവർ, ചർച്ച ചെയ്യുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വത്തഖുല്ലാഹല്ലദീ തസആലൂന ബി, ഏതൊരു റബ്ബിനെ കുറിച്ചാണോ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വല്ലർഹാം, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. വത്തഖുല്ലാ, അതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. വല്ലർഹാം, ആ വാവ് മടങ്ങുന്നത് എവിടേക്കാ? അല്ലാഹുവിനെ സൂക്ഷിക്കണം. വല്ലർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്നതാണ് ആ ആയത്തിന്റെ അർത്ഥം, അല്ലേ?
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ. അല്ലെ, കുടുംബ ബന്ധമൊക്കെ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ മുറിച്ചു കളയുന്ന ആളുകളോടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരോട് അല്ലാഹു പറയാ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരോട് അല്ലാഹു പറയാണ്, തീർച്ചയായിട്ടും ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് നിങ്ങളെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം. വഅസിറൂ ഖൗലക്കും വജഹറൂ ബി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ഒരു കാര്യം നിങ്ങൾ രഹസ്യമായി പറഞ്ഞാലും പരസ്യമായി പറഞ്ഞാലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. ഇനി നിങ്ങൾ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ വിചാരിച്ചാൽ മതി, ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങൾ മന്ത്രിക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് രാജാധിപതിയായ അല്ലാഹ്. അല്ലേ, ഈ നിലപാടിലേക്ക് നമ്മൾ വരണം, ഈ ഈമാനിലേക്ക് നമ്മൾ വരണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരാനുള്ള കാരണം, നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നില്ല. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നമ്മളോട് പഠിപ്പിച്ചല്ലോ, മുത്തുനബി നമ്മളിലേക്ക് കടന്നു വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞങ്ങൾ കള്ളുകുടി നിർത്തുമായിരുന്നില്ല. ഞങ്ങളോട് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞങ്ങൾ വ്യഭിചാരം ഉപേക്ഷിക്കുമായിരുന്നില്ല. ഞങ്ങളോട് അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചത് അല്ലാഹുവിനെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ പരലോകത്തെ സൂക്ഷിക്കണം, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരുടെ ചോദ്യം ഐദാ മിത്നാ വകുന്നാ തുറാബാ ദാലിക റജ്ഉം ബഈദ്, ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി ശരീരം കൊണ്ടുപോയി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ മണ്ണ് മൂടിക്കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം മണ്ണിനോട് ചേർന്നതിന് ശേഷം ഞങ്ങളുടെ കൈകാലുകൾ, ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ ഓരോ അവയവങ്ങളും മണ്ണിനോട് ലയിച്ചു ചേർന്നതിന് ശേഷം രണ്ടാമതൊരു ജീവിതമുണ്ട് എന്നാണോ മുഹമ്മദേ നീ പറയുന്നത്? ദാലിക റജ്ഉം ബഈദ്, അതൊരിക്കലും നടക്കുകയില്ല മുഹമ്മദേ, അത് വിദൂരമായ കാര്യമാണ് എന്നതാണ് അവരുടെ വിശ്വാസം. അവിടെയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു, എല്ലാ റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആകാശത്ത് നിന്ന് മഴ ഇറക്കി ഭൂമിയിലെ പുൽക്കൊടികളെ മുളപ്പിക്കുന്നത് പോലെ അല്ലാഹു നിങ്ങളെ ഖബറുകളിൽ നിന്ന് കൊണ്ടുവരുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശ്വാസമാണ് അവരെ നന്മയിലേക്ക് കൊണ്ടുവന്നത്. ഈ വിശ്വാസമാണ് അവരുടെ തിന്മയിൽ നിന്ന് അവരെ മോചിപ്പിച്ചത്. ഈ വിശ്വാസം അവർ പേറിയതിൻ്റെ പേരിലാണ് അവിടെ മദ്യത്തിൻ്റെ അരുവികൾ ഒഴുകിയത്. ഈ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നതുകൊണ്ടാണ് വ്യഭിചാരം അവർക്ക് ഒരു ദിവസം വ്യഭിചരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഉറക്കം വരാത്തവർ വ്യഭിചാരം ഉപേക്ഷിക്കാനുള്ള കാരണം ഈ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നു എന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന വൽ അർഹാം, അല്ലാഹുവിനെയും നിങ്ങൾ സൂക്ഷിക്കണം, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചില്ലിട്ട് സൂക്ഷിക്കണം. നമ്മുടെ ഒക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചില്ലിട്ട് സൂക്ഷിക്കണം, ഞാൻ അല്ലാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്. ആ ബോധം എപ്പോഴും രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിക്കാൻ, നമ്മുടെ ഇച്ഛകളിൽ നിന്ന് നമുക്ക് അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരു ഈമാനികമായ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ബന്ധവും നമുക്കിവിടെ ഇല്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഒരു ബന്ധവും നമുക്കില്ല. നമ്മുടെ ഉമ്മ ആരാകണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല.
നമ്മുടെ ഉപ്പ ആരാകണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല, നമ്മുടെ മക്കൾ ആരാകണമെന്ന് നമ്മളല്ല തീരുമാനിച്ചത്. ഇതൊക്കെ തീരുമാനിച്ചത് ആരാ? ഇതെല്ലാം തീരുമാനിച്ചത് രാജാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ സഹോദരങ്ങൾ ആരാകണം? നമ്മുടെ ഉമ്മയുടെ കുടുംബക്കാരാരാകണം? നമ്മുടെ ഉപ്പയുടെ കുടുംബക്കാരാരാകണം? ഇല്ല, നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഒരാളെയും നമ്മൾ തീരുമാനിച്ചതല്ല. അതെല്ലാം നമുക്ക് അല്ലാഹു ഉണ്ടാക്കി തന്ന ബന്ധമാണ്, അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. അതാണ് പറഞ്ഞത്, ഈ ബന്ധങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അത് പവിത്രമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാഹു ചേർത്തിയതിനെ മുറിക്കാൻ നമുക്കൊരാൾക്കും അവകാശമില്ല. ഒരാൾക്കും അവകാശം തന്നിട്ടില്ല. ഒരാൾക്കും അതിനുള്ള അധികാരം അല്ലാഹു നൽകിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഫഹൽ അസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കുവാനുള്ള അധികാരം നൽകിയിട്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ, കലാപങ്ങൾ ഉണ്ടാക്കുകയാണോ, അല്ലാഹു ചേർത്തി തന്ന ബന്ധങ്ങളെ നിങ്ങൾ മുറിക്കുകയാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അല്ലാഹുവിൻ്റെ ശാപത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദ് നിങ്ങൾ മറിച്ചു നോക്കുക. അല്ലാഹുവിൻ്റെ ശാപത്തിലാണ് നമ്മളെല്ലാം. 5 നേരം നമസ്കരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താ? സൂറത്തുൽ ഫാത്തിഹ ചുരുങ്ങിയത് ഫർള് നിസ്കാരത്തിൽ 17 വട്ടം നമ്മൾ ഓതൂലേ? നമ്മുടെ പ്രാർത്ഥന എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. നിന്റെ ശാപകോപങ്ങൾക്കിരയായവരുടെ കൂട്ടത്തിൽ അല്ലാഹ് നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹു പറയാണ്, അല്ലാഹു ചേർത്തി തന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ നീ സ്വന്തം ഇഷ്ടപ്രകാരം നിന്റെ താല്പര്യപ്രകാരം നീ മുറിക്കുകയാണ് എങ്കിൽ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹുവിൻ്റെ ശാപത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോ പിന്നെ നമ്മളെന്താ നിസ്കരിച്ചിട്ട് കാര്യം? നമ്മളെന്താ നോമ്പെടുത്തിട്ട് കാര്യം? നമ്മളെന്താ ദാനം കൊടുത്തിട്ട് കാര്യം? ഒരു ഉപകാരമില്ല, ഒരു ഉപകാരമില്ല. ബന്ധം മുറിച്ചിട്ട് 1-ാമത്തെ സഫിൽ ബാങ്ക് കൊടുക്കുമ്പോഴേ വന്നിരിക്കും, പള്ളിയിൽ കയറുമ്പോൾ സുന്നത്ത് നിസ്കരിക്കും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, 4 റക്അത്ത് നിസ്കരിക്കേണ്ടടുത്ത് നിസ്കരിക്കും, ഫർള് നിസ്കരിക്കും, ദിക്റുകൾ, പ്രാർത്ഥനകൾ അല്ലേ? ഹറാമിൽ ഊട്ടപ്പെട്ടിട്ട് ഹറാമിൽ ജീവിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? മൽബസഹു ഹറാം, മശ്റബഹു ഹറാം, മത്അമഹു ഹറാം. ജീവിതം മുഴുവൻ ഹറാമാണ്, ഹറാമിന്റെ സമ്പാദ്യമാണ്, ഹറാമിന്റെ വഴിയിലൂടെയുള്ള ജീവിതമാണ്. അവൻ എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്തുകൊണ്ടും ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട വിഷയമാണ്. ഞാൻ പിന്നെ എനിക്കൊന്നും കൂടെ പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത് കൈകാര്യം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നേക്കാൾ അറിവുള്ളവർ, പരിചയമുള്ളവർ, അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് നമ്മുടെ പിന്നെ ആഴ്ചയിൽ മാസത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കാനുള്ള കാരണം? നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, പറമ്പിന്റെ പേരിൽ, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ബന്ധങ്ങളെല്ലാം മുറിക്കപ്പെട്ടു പോയി. ശരിയായ രൂപത്തിൽ പറമ്പ് വീതിക്കാത്തതിൻ്റെ പേരിൽ വാപ്പയോട് പിണങ്ങി നിൽക്കുന്നവർ, ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നവർ, അതുപോലെ തന്നെ സഹോദരങ്ങളോട് നിസ്സാരമായ സമ്പത്തിന്റെ പേരും പറഞ്ഞിട്ട് പിണങ്ങി നിൽക്കുന്നവർ എത്ര കാലമായി? ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി. കണ്ടാൽ മിണ്ടുകയില്ല. സ്വന്തം ചോരയാണ്, സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഇറങ്ങി വന്നവർ, ഒരു ഉമ്മയുടെ മക്കളായി, ഒരു വാപ്പയുടെ മക്കളായി ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണവർ, സമ്പത്തിന്റെ പേരും പറഞ്ഞ്, പറമ്പിന്റെ പേരും പറഞ്ഞ്, വീടിന്റെ പേരും പറഞ്ഞിട്ട് കണ്ടാൽ മിണ്ടില്ല. പള്ളിയിൽ 1-ാമത്തെ സഫിലുണ്ട്. ഒരുപാട് ഉംറകൾ ചെയ്തു, ഒരുപാട് പേരിന് ഹജ്ജുകൾ ചെയ്തു. ഒരു ഹജ്ജും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല, ഒരു സ്വലാത്തുകളും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. എത്രത്തോളം നിങ്ങൾക്കറിയുമോ? ഈ സദസ്സിൽ ബന്ധങ്ങൾ മുറിച്ചവരുണ്ട് എങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ
മനുഷ്യൻ എഴുന്നേറ്റ് പോയി. ഒരു മനുഷ്യൻ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബന്ധങ്ങൾ മുറിച്ചവർ ഒരു സദസ്സിലുണ്ടോ അവിടേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയില്ല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മൾ എത്ര വാല് നടത്തിയിട്ടും കാര്യമില്ല, റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഇല്ല. നമ്മൾ എത്ര പ്രാർത്ഥനകൾ നടത്തിയിട്ടും കാര്യമില്ല, അവിടെ റഹ്മത്തിന്റെ മലക്കുകളില്ല. പരസ്പരം കണ്ടാൽ മിണ്ടാത്തവർ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നവർ ഒരു കുടുംബത്തിലുണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ എങ്ങനെയാണ് ബർക്കത്തുണ്ടാവുക? നിങ്ങൾ പറയും, ആ കുടുംബത്തിൽ എങ്ങനെയാ ബർക്കത്തുണ്ടാവുക? ആ കുടുംബത്തിൽ എങ്ങനെയാ സന്തോഷം ഉണ്ടാകുക? ആ കുടുംബത്തിൽ എങ്ങനെയാ സമാധാനം ഉണ്ടാകുക? നിങ്ങളൊന്ന് പറയും. ഇതാണ് നമ്മുടെ പ്രശ്നം, ഇതാണ് നമ്മുടെ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല അരുതേ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് ഉപേക്ഷിക്കണം. അല്ലാഹു ചേർത്തിയതാണ് എല്ലാം. നമ്മൾ സെലക്ട് ചെയ്ത ഒന്നുമില്ല ഇവിടെ. നമ്മൾ സെലക്ട് ചെയ്ത ഒരു ബന്ധവുമില്ല. ഇന്നത് എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് മുറിക്കാനുള്ള അവകാശം നമുക്കില്ല. നമ്മൾ വന്നപ്പോൾ എന്താ കൊണ്ടുവന്നത്? എന്തെങ്കിലും കൊണ്ടുവന്നോ? നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണപ്പോ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നോ? എന്തെങ്കിലും ഒന്ന് ഇല്ല. ഇനി പോകുമ്പോഴാ ഈ ഭൂമിയിൽ വന്ന് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താരതൻ നുഖ്റാ. മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് മടക്കി അവസാനം നമ്മൾ ആ മണ്ണിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, ഈ മണ്ണിൽ നിന്ന് നമ്മൾ ഈ മണ്ണിലേക്ക് കടന്നു വരുമ്പോ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒന്ന് നമുക്ക് കൊണ്ടുപോകാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുപോകാനുമില്ല, നമുക്കൊന്നുമില്ല. പിന്നെ എന്തിനായി പ്രശ്നങ്ങൾ? കുറച്ചു കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പിന്നെ കുറച്ച് സമയം, എത്ര ആയുസ്സൊന്നറിയില്ല അല്ലേ? നമ്മളൊക്കെ പണ്ടൊക്കെ വിചാരിച്ചിരുന്നു പ്രായമായ ആൾക്കാരാണ് മരിച്ചു പോണത്. അല്ലാഹു അനുഗ്രഹിച്ച ചിലപ്പോൾ എന്ത് ചെയ്യും, 10, 40, 50, 60, 80 വയസ്സ് വരെ ജീവിക്കാം. നമ്മുടെ ഉപ്പമാരൊക്കെ നോക്കി നമ്മൾ ഇരിക്കായിരുന്നു. ഇല്ലട്ടോ, ഇപ്പം ആ കാലൊക്കെ മാറി. 20, 25, 30, 40 വയസ്സുള്ള ആൾക്കാരാ മരിച്ചു പോണത്. ക്യാൻസറും അറ്റാക്കും. വെറുതെ നടന്നു പോകുന്നവൻ അവൻ കുഴഞ്ഞു വീണെന്ന് മരിക്കുന്ന സാഹചര്യങ്ങളാണ് ലോകത്ത് കൊണ്ടിരിക്കുന്നത് അല്ലേ? ഒന്നും നമുക്ക് കൊണ്ടുപോകാനില്ല. പരലോകത്തിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. സ്വർഗം വേണോ നരകം വേണോ? എനിക്ക് വേണ്ടത് സ്വർഗം. എന്നാലും നമ്മുടെ പ്രശ്നം പരിഹരിക്കൂല. നമുക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ് ഒരു നല്ല കുടുംബം. അതല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. പവിത്രമായ കുടുംബം അതല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. പക്ഷേ ആ ബന്ധങ്ങളുണ്ടല്ലോ, നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. നമ്മുടെ ബന്ധങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈമാനിന്റെ ഭാഗമായിട്ട് ഇന്ന് തന്നെ നാളേക്ക് വെക്കാനില്ല. കാരണം നാളേക്ക് വെക്കാനില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ നീ എവിടെയായിരിക്കും, എവിടെ വെച്ചാണ് നീ മരിക്കുക എന്നൊന്നും നിനക്ക് പറയാൻ കഴിയുകയില്ലട്ടോ. നീ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം. നീ ഇന്ന് തന്നെ അല്ലാഹുവിന് വേണ്ടി കീഴ്പ്പെടണം. കാരണം എന്താ? നാളത്തെ സൂര്യോദയമായാൽ, ഇന്ന് സൂര്യൻ അസ്തമിച്ച് നാളെ സൂര്യൻ ഉദിക്കുമ്പോ ആ സൂര്യോദയം കാണാൻ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യാലസ്വലാ ഹയ്യാലൽ ഫലാ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിക്കുമ്പോ ആ വിളിയാളം കേൾക്കാൻ നീ ഉണ്ടാകുമോ എന്ന് പറയാൻ ഒരുറപ്പും നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് നാളേക്ക് വേണ്ടിയല്ല നമ്മൾ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ഒത്തിരുന്ന് പ്രശ്നങ്ങൾ തീർക്കുക. ഇനി തീർക്കാൻ അവർ തയ്യാറല്ലേ? നമ്മൾ പിരിഞ്ഞു പോകലല്ല വേണ്ടത്, തീർക്കാൻ അവർ തയ്യാറല്ലേ? ആരുമായിട്ടാണോ നമുക്ക് പ്രശ്നം, ആരുമായിട്ടാണോ നമുക്ക് വഴക്ക്, ആരുമായിട്ടാണോ നമ്മൾ കണ്ടാൽ മിണ്ടാത്തത്, അവർ നമ്മളോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മളും അതുപോലെ പോവുകയല്ല വേണ്ടത്. മറിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ, എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ട് നബിയെ, ഒരുപാട് ബന്ധങ്ങളുണ്ട്. പക്ഷെ എൻ്റെ കുടുംബക്കാരെല്ലാവരും എന്നോട് മോശമായി പെരുമാറുകയാണ് നബിയെ. ഞാൻ എത്ര നന്നാക്കിയാലും അവർ നന്നാവണില്ല, അവർ മോശമായിട്ട് പെരുമാറും. ഞാൻ എന്താ ചെയ്യാ?
ഞാൻ എന്താ ചെയ്യുക? ഞാൻ അവരുമായിട്ട് എത്ര ബന്ധം ചേർത്താലും അവരെന്നോട് മോശമായിട്ട് ബന്ധം ചേർത്തിക്കൊണ്ടിരിക്കുക നബിയെ. അവർ നല്ല രൂപത്തിൽ പോകാൻ അവർ തയ്യാറാകുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, താങ്കളോട് അവർ എത്ര മോശമായി പെരുമാറിയാലും നീ അവരോട് മോശമായി പെരുമാറാൻ പാടില്ല. ഒരു മോശമായ നോട്ടം, ഒരു മോശമായ വാക്ക്, ഒരു മോശമായ പെരുമാറ്റം നിന്നോട് മോശമായിട്ട് പെരുമാറുന്നവരോട് നിന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. അവർ എത്രത്തോളം നിന്നിൽ നിന്ന് മാറി സഞ്ചരിച്ചാലും നീ അവരിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാമിൽ അതിനുള്ള പ്രാധാന്യം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. മൻ സറഹു അയ്യുബ്സത ലഹു ഫീ റിസ്ഖി വയുൻസഉ ലഹു ഫീ അഥരി. നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാള് നിങ്ങളുടെ റിസ്ക് വർദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഫൽയസിലിർ റഹ്മ, നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധം ചേർത്തിക്കോ, നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചോ എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? നമുക്ക് കുറച്ച് റിസ്ക്, കുറച്ച് കാലം എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ വാപ്പാക്ക്, എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? കുറച്ച് സുഖമായിട്ട് പിന്നെന്ത് ചെയ്യണം? ജീവിക്കണം. പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പെട്ട് നമ്മളൊക്കെ ആഗ്രഹം, ഈ സംസാരിക്കുന്ന എൻ്റെയും നല്ല സംസാരം കേൾക്കുന്ന നിങ്ങളുടെ ഒക്കെ ആഗ്രഹത നമുക്ക് കുറച്ച് കാലം എന്ത് ചെയ്യണം? കുറച്ച് റിസ്കൊക്കെ കിട്ടി, കുറച്ച് ആയുസൊക്കെ കിട്ടി ജീവിക്കണം. അല്ലാഹുവിൻ്റെ ഹബീബ് അതിന് നൽകിയ മറുപടിയാണ്, നിനക്ക് റിസ്ക് കിട്ടാൻ, റിസ്ക് വർദ്ധിപ്പിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ? റിസ്ക് നൽകുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവാണ് നമുക്കുള്ള ഉപജീവനം നൽകുന്നത്. അതുപോലെ തന്നെ നിന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഫൽയസിലിർ റഹ്മ, നീ ബന്ധം ചേർത്തിക്കോ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ മനസ്സിലാക്കുകയും നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നിലനിർത്തുകയും ചെയ്യണം. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചൊരു വചനമുണ്ട്. നമുക്കറിയാം, മദ്ഹബിൻ്റെ പണ്ഡിതന്മാരിൽ വളരെ സുപ്രധാനമായ ഒരു പണ്ഡിതനാണ് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പഠിപ്പിക്കുകയാണ്, അൽ അർവാഹു ജുനൂദും മുജന്നദ, അൽ അർവാഹു ജുനൂദും മുജന്നദ. തീർച്ചയായിട്ടും മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത് അൽ വിദാദു തവാറുസും ഫിൽ അർവാഹ്. അൽ വിദാദു സ്നേഹം, സ്നേഹബന്ധം എന്നുള്ളത്, തവാറുസുൻ അത് തീർച്ചയായിട്ടും പാരമ്പര്യമാണ്. ബന്ധം, നമ്മൾക്ക് പരസ്പരം അങ്ങോട്ടിങ്ങനെ സ്നേഹിച്ച് ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് തവാറുസുൻ അത് തീർച്ചയായിട്ടും പാരമ്പര്യമാണ്, പരസ്പരം കൈമാറപ്പെടുന്നൊരു സ്വഭാവമാണ്. ഫിൽ അർവാഹ് ആത്മാവുകളിൽ നിന്ന് ആത്മാക്കളിലേക്ക്, ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് കൈമാറപ്പെടുന്ന സ്വഭാവമാണ് ഈ സ്നേഹം എന്നുള്ളത് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. സ്നേഹം ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് കൈമാറപ്പെടുന്ന ഒരു സ്വഭാവത്തെയാണ് എന്ത് വിളിക്കുക? സ്നേഹം എന്ന് വിളിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ യാത്ര പോകാറുണ്ട്. ആ യാത്ര പോകുന്ന സമയത്ത് പിന്നെ ഏതെങ്കിലും ഒരാളെ നമ്മൾ കണ്ടുമുട്ടി, കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്തു? അവൻ ഇഷ്ടപ്പെട്ടു, അവൻ്റെ സംസാരം നമ്മൾ കേട്ടു, അവരുമായിട്ട് നമ്മൾ സംസാരിച്ചു, അല്ലേ? അങ്ങനെ കുറച്ച് സമയം, ഏതാനും കുറച്ച് സമയം മാത്രമേ അവരുമായിട്ട് നമ്മൾ സമയം ചെലവഴിച്ചിട്ടുള്ളൂ. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? യാത്രയൊക്കെ കഴിഞ്ഞു അവൻ്റെ വഴിക്ക് പോയി, നമ്മളെ വഴിക്ക് പോയി. പിന്നെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലോടൊക്കെ പറയും, ഞാൻ ഇന്നൊരു മനുഷ്യനെ കണ്ടുമുട്ടി, ആ മനുഷ്യനുമായിട്ട് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് സമയം ഞാൻ സംസാരിച്ചു, വല്ലാത്തൊരു നല്ലൊരു മനുഷ്യനായിരുന്നു, ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തേ സംഭവിച്ചത്? അവൻ്റെ സംസാരം, അവൻ്റെ പെരുമാറ്റം എല്ലാം എന്ത് ചെയ്തു? നമുക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അൽ വിദാദു തവാറുസും ഫിൽ അർവാഹ്. അൽ വിദാദു തവാറുസും ഫിൽ അർവാഹ്. തീർച്ചയായിട്ടും വിദാദ്, വദൂദ് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അതാണ് സ്നേഹം. അൽ വിദാദു സ്നേഹം, സ്നേഹബന്ധമുണ്ടല്ലോ. തവാറുസുൻ അത് പരസ്പരം കൈമാറപ്പെടുന്നൊരു സ്വഭാവമാണ്. ഫിൽ അർവാഹ് ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക്, ആത്മാക്കളിൽ നിന്ന് ആത്മാക്കളിലേക്ക് കൈമാറപ്പെടുന്ന ഒരു ആത്മബന്ധമാണ് സ്നേഹമെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലേ? നമ്മൾ ആലോചിക്കെ, ഒരു ഉമ്മ പ്രസവിച്ചു. കുടുംബക്കാരൊക്കെ ആഗ്രഹിച്ചത് എന്താ? കുടുംബക്കാരൊക്കെ ആഗ്രഹിച്ചത് ഒരു ആൺകുട്ടിയാകണം.
അതുപോലെ തന്നെ നല്ല വെളുത്തൊരു കുട്ടിയാകണം, സുന്ദരനാകണം. ഇതൊക്കെ വാപ്പാക്ക് നല്ല കളറുണ്ട്, ഉമ്മാക്ക് നല്ല കളറുണ്ട്, അതുകൊണ്ട് കുട്ടിക്കൊക്കെ എന്തുണ്ടാവും, നല്ല കളറൊക്കെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് കുടുംബക്കാരൊക്കെ പിന്നെ പ്രസവ വാർഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കാം. അവസാനം പറഞ്ഞു കുട്ടി പിന്നെ പ്രസവിച്ചിട്ടോ, ഇന്നാൾ പ്രസവിച്ചിട്ടോ, പിന്നെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകളുടെ മുഖത്ത് നിന്ന് ആ സന്തോഷം മായ്ക്കപ്പെടുകയാണ്, അവരുടെ മുഖം ചുളിയുകയാണ്. പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ മുഖം ചുളിച്ചവരുണ്ടല്ലോ, വെളുത്ത കുട്ടിയല്ല കറുത്ത കുട്ടിയാണെന്നറിഞ്ഞപ്പോ മുഖം ചുളിച്ചവരുണ്ടല്ലോ. അങ്ങനെ പ്രസവ വാർഡിന്റെ മുമ്പിലുള്ള ആളുകൾക്കെല്ലാം പ്രയാസമായപ്പോൾ ഈ സമയത്ത് പ്രയാസമാകാത്ത ഒരാളുണ്ട്, ഈ സമയത്ത് പ്രയാസമാകാത്ത ഒരാളുണ്ട്. ആരാണ്? ആ കുട്ടിയുടെ ഉമ്മ. ആ പ്രസവിച്ച പെണ്ണുണ്ടല്ലോ, ആണായാലും പെണ്ണായാലും ആ കുട്ടിയോടൊരു വിഷമം, ഒരു പ്രയാസം ആ ഉമ്മക്ക് ഉണ്ടാവുകയില്ല. ആ കുട്ടി കറുത്തതാണോ, ആ കുട്ടി വെളുത്തതാണോ, ഉമ്മക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല. മറ്റുള്ളവരുടെ മുഖം ചുളിഞ്ഞാലും ഒരിക്കലും ഈ ഉമ്മാന്റെ മുഖം ചുളികയില്ല. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ ആരെടുത്താലും ഈ കുട്ടി കരയും, ആരെടുത്താലും ഈ കുട്ടി കരയും. പക്ഷേ സ്വന്തം ഉമ്മ ആ കുട്ടിയെ അമിഞ്ഞപ്പാല് കുടിക്കാൻ വേണ്ടി മാറത്തേക്ക് വെച്ചാൽ ആ കുട്ടിയുടെ കരച്ചിലെല്ലാം നിലച്ചു പോവുകയാണ്. ഇതാണ് ആത്മബന്ധം എന്നുള്ളത്, ഇതാണ് ആത്മബന്ധം. ഉമ്മാക്ക് ഇങ്ങോട്ടും വെറുപ്പില്ല, ആ കുട്ടിക്ക് അങ്ങോട്ടും ഒരു വിദ്വേഷമോ ഒന്നുമില്ല. അതാണ് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അൽവിദാദു തവാറസും ഫിൽ അർവാഹ്. അർവാഹുകളിൽ റൂഹിൽ നിന്ന് മറ്റൊരു റൂഹിലേക്ക്, ആത്മാവിൽ നിന്ന് മറ്റൊരു ആത്മാവിലേക്ക്, ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് കൈമാറപ്പെടുന്ന സ്വഭാവമാണ് സ്നേഹമെന്ന് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുമ്പോൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ നമുക്ക് കാണാം, അൽ അർവാഹു ജുനൂദും മുജന്നദ. അൽ-അർവാഹു ജുനൂദും മുജന്നദ. ആത്മാക്കൾ സൈന്യങ്ങളാണ്, ആത്മാക്കൾ സൈന്യങ്ങളാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ശരീരം. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു റൂഹുണ്ട്. റൂഹുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റൂഹുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കുന്നതും നടക്കുന്നതും ഓടുന്നതും ഒക്കെ എന്താണ്, പിന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ റൂഹുള്ളത് കൊണ്ടാണ്. നമ്മൾ മരിച്ചാൽ സുമ്മ തുറദ്ദൂൻ ഇലാ ആലിമിൽ ഗൈബി വശഹാദ, അല്ലാഹുവിലേക്ക് നമ്മുടെ റൂഹിനെ മടക്കപ്പെടുമെന്ന് സൂറത്തുൽ ജുമുഅയിലൂടെ മറ്റു പല അധ്യായങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ അർവാഹുകൾ തമ്മിൽ ബന്ധമുണ്ട്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്, അൽ അർവാഹു ജുനൂദും മുജന്നദ. ആത്മാക്കൾ തീർച്ചയായിട്ടും പിന്നെ സൈന്യങ്ങളാണ്. ഫമാ തആറഫ മിൻഹ തലഫ. വിജ്ഞാനപരമായി, ജ്ഞാനപരമായി അല്ലെങ്കിൽ സ്വഭാവപരമായിട്ട് അനുരഞ്ജനമുള്ള ആത്മാക്കൾ ഉണ്ടല്ലോ, ഈ സ്വഭാവപരമായിട്ട് അനുരഞ്ജനമുള്ള ആത്മാക്കൾ ഉണ്ടല്ലോ, അവർ പരസ്പരം കൂട്ടുകൂടും, പരസ്പരം സ്നേഹിക്കും, പരസ്പരം നല്ല രൂപത്തിൽ പെരുമാറും. വമാ തനാകറ മിൻഹു ഇഖ്തലഫ. സ്വഭാവപരമായിട്ട് പൊരുത്തക്കേടുള്ള ആത്മാക്കൾ ഉണ്ടല്ലോ, അവർ ഒരിക്കലും കൂട്ടുകൂടുകയില്ല, അവർ വേറിട്ട് നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അപ്പൊ നമുക്ക് വെറുപ്പും വേറിട്ട് നിൽക്കലും അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് അടുപ്പമാണ് വേണ്ടത്. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ അടുപ്പമാണ് വേണ്ടത്. നമ്മുടെ ഉമ്മയോട്, അത് ഭാര്യ വന്നാലും ഭർത്താവ് വന്നാലും, നമ്മുടെ ഉപ്പയോട്, നമ്മുടെ വീട്ടിൽ നമ്മുടേതായിട്ട് ആര് വന്നാലും, നമുക്ക് എത്ര മക്കളുണ്ടായാലും, നമുക്ക് ആൺകുട്ടികൾ ഒരുപാടുണ്ടായാലും, നമുക്കൊരുപാട് പെൺകുട്ടികൾ ഉണ്ടായാലും, ഉമ്മയോടുള്ള സ്നേഹം, വാപ്പയോടുള്ള സ്നേഹം, അതിൽ യാതൊരു കുറവും നമുക്ക് സംഭവിക്കാൻ പാടില്ല. ചില ആളുകളുണ്ട് അല്ലെ, ചില ആളുകളുണ്ട് ഒരു ജീവിതത്തിലേക്ക് ഒരു ഇണ വന്നാൽ, മക്കളുണ്ടായാൽ പിന്നെ ഉമ്മ വേറെ വാപ്പ വേറെ അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അല്ലെ. അവരുടെ അർവാഹുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നുപോയ സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ വല്ലാതെ കാണും. ചില ആളുകളുണ്ട്, പാവപ്പെട്ട കുടുംബമാണ്, ഉമ്മ കഷ്ടപ്പെട്ട് വാപ്പ കഷ്ടപ്പെട്ട്, ഈ മകന് വേണ്ടി വാപ്പ കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച് ചോര നീരാക്കി പണിയെടുത്തിട്ട് അവസാനം ബ്ലോക്ക് വന്ന്, അതല്ലെങ്കിൽ മാരകമായ രോഗം പിടിപെട്ട് ആ പിതാവ് മരണപ്പെട്ടു പോയി. ആ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യമാണ്. ഈവൻ ബിസിനസ് ചെയ്തിട്ട് ഈ
മകൻ ബിസിനസ് ചെയ്തിട്ട് വലിയ ഉന്നതിയിലേക്ക് വന്ന് സമ്പാദിച്ച് വലിയ മനുഷ്യനായി മാറിയപ്പോ ഉമ്മയെ മറന്നു പോകുന്ന, വാപ്പയെ മറന്നു പോകുന്ന, തൻ്റെ ഭാര്യയും മക്കളും മാത്രം മതി എനിക്കെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഇന്നത്തെ ചെറുപ്പം മാറിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ആത്മാക്കൾ തമ്മിലുള്ള കണക്ഷനാണ് അവിടെ നമ്മൾ വിട്ടേച്ചു പോകുന്നത്. നമ്മൾ സ്നേഹിക്കണം. ഏതുപോലെ ആരെയെല്ലാം സ്നേഹിക്കണം? നമ്മുടെ റബ്ബിനെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ ഉമ്മയെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ വാപ്പയെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ ഇണയെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ ഉമ്മാന്റെ കുടുംബക്കാരെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ വാപ്പാന്റെ കുടുംബക്കാരെ നമ്മൾ സ്നേഹിക്കണം. ഒരാളെയും നമ്മൾ സ്നേഹിക്കാത്തൊരവസ്ഥയുണ്ടാകരുത്. സ്നേഹമാണ് വലുത്, സ്നേഹമാണ് വലുത്. അതാണ് അറബിയിൽ പിന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്, സ്നേഹം കൊടുക്കാത്തവനാരോ അവൻക്കൊരിക്കലും സ്നേഹം കിട്ടുകയില്ല. ഇതൊരു ആപ്തവാക്യ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടി അറബിയിൽ പണ്ഡിതന്മാർ പറഞ്ഞ മല്ലാ യുഹിബ് ലാ യുഹബ്ബ് അല്ലേ, സ്നേഹിക്കാത്തവൻ. ഇത് കടയിൽ പോയാൽ നമുക്ക് കിട്ടൂല. സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, വേറെ എന്തും നമുക്ക് കിട്ടും. മന്തി വേണോ കിട്ടും, ബിരിയാണി വേണോ നമുക്ക് കിട്ടും, മറ്റുള്ള എന്തെങ്കിലും വേണോ, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ എന്താ വേണ്ട ഒക്കെ കിട്ടും. പക്ഷെ സ്നേഹം ഉണ്ടല്ലോ, അത് സ്നേഹം കൊടുത്താലേ കിട്ടൂ എന്ന് പഠിപ്പിച്ചു. മല്ലാ യുർഹം ലാ യുർഹം, കാരുണ്യം, അത് കാരുണ്യം കാട്ടിയെങ്കിൽ മാത്രമേ കാരുണ്യം തിരിച്ചു കിട്ടൂ. ഇങ്ങനെ ഒരുപാട് ആപ്തവാക്യങ്ങൾ, അർത്ഥമുള്ള പദങ്ങൾ പണ്ഡിതന്മാർ കൂട്ടിയിണക്കിയത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇസ്ലാം എന്താ? ഇന്ന് നമുക്കറിയാം, ചെറുപ്പക്കാരായ സ്ത്രീകൾ ഫേസ്ബുക്ക് തുറന്ന, വാട്സാപ്പ് തുറന്ന, ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇന്ന് കാണാം ഒരുപാട് സ്ത്രീകൾ, പെൺകുട്ടികൾ, ചെറുപ്പക്കാരികൾ, 10, 20, 25 വയസ്സായ പെൺകുട്ടികൾ, അവർക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല, കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല അല്ലേ? അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ പ്രശ്നം? അവര് നമ്മുടെ കുടുംബജീവിതം ഇങ്ങനെ കാണാണ്. ഉമ്മയും ബാപ്പയും തമ്മിലുള്ള സംസാരങ്ങളും കലഹങ്ങളും കലാപങ്ങളും ഇങ്ങനെ വരികയാണ്. അതാണ് മുത്തുനബി പറഞ്ഞത്, അതാണ് മുത്തുനബി പറഞ്ഞത്, നിന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ എല്ലാ പ്രശ്നങ്ങളും തീരണം. നിങ്ങൾക്കിടയിൽ വഴക്കുകളുണ്ടോ, വക്കാണങ്ങളുണ്ടല്ലോ, കലഹങ്ങളുണ്ടോ, കലാപങ്ങളുണ്ടോ, അതെല്ലാം ബെഡ്റൂമിന്റെ ഉള്ളിൽ, അത് പുറത്തു വരാൻ പാടില്ല. എത്രത്തോളം സ്വന്തം മക്കൾ പോലും അത് കാണാൻ പാടില്ല. മക്കള് ഈ ചീത്ത പറയുന്നതും കോപിക്കുന്നതും ദേഷ്യപ്പെടുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിക്കുന്ന കാഴ്ചയാണ് മക്കൾ കാണുന്നത് എങ്കിൽ അവർ തീർച്ചയായിട്ടും ആ കുടുംബ ജീവിതം അവർ ഇഷ്ടപ്പെടുകയില്ല അല്ലേ? അതുപോലെ തന്നെ കല്യാണം കഴിച്ചു വിടുന്ന വീട്ടിലേക്ക് വന്നാൽ മോശമായ പെരുമാറ്റം, ഒരു ബംഗാളി തൻ്റെ വീട്ടിലേക്ക് പണിക്ക് വരുന്നത് പോലെ മരുമക്കളോട് പെരുമാറുന്ന അവസ്ഥകൾ പല വീടുകളിൽ നമുക്ക് കാണാം. പല വീടുകളിലും ഒരു ബംഗാളി, ഒരു പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ മോശമായി പെരുമാറരുത്, മോശമായി പെരുമാറരുത്. അങ്ങനെയാണ്, മോശമായിട്ടാണ് പലരും പെരുമാറുന്നത്. അതുപോലെ സ്വന്തം വീട്ടിൽ സ്വന്തം ചോരയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന മരുമകളുമായിട്ട് മോശമായി പെരുമാറുന്നവർ, അതുപോലെ തന്നെ തിരിച്ചും സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയോടും വാപ്പയോടും മോശമായിട്ട് സംസാരിക്കുന്നവർ അല്ലെ? ഇന്നത്തെ സമൂഹത്തിന്റെ ആകത്തുക അങ്ങനെയാണ് അല്ലെ? സ്നേഹമില്ല, സഹിഷ്ണുതയില്ല, വിട്ടുവീഴ്ചയില്ല, ക്ഷമയില്ല, കാരുണ്യമില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിഹയിലൂടെ പഠിപ്പിച്ചല്ലോ, അർ-റഹ്മാനുർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2 തവണയാ പഠിപ്പിച്ചത്. ഇത് നമ്മൾ ആവർത്തിച്ച് ഓതിക്കൊണ്ടേയിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീണ്ടും പറഞ്ഞു അർ-റഹ്മാനിർ റഹീം. അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു പരമകാരുണ്യകനാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ റഹ്മാൻ എന്ന പേരിടാൻ പാടില്ല. നമ്മൾ റഹ്മാൻ എന്ന പേരിടാൻ പാടില്ല. സൂറത്ത് ഫാത്തിഹയിലെ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട 2 പേരുകൾ, മറ്റു പേരുകളുണ്ട്. ഒന്ന് അള്ളാഹ്, ഒന്ന് റഹ്മാൻ. ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു എന്ന പേരിടാൻ പാടില്ല. ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റഹ്മാൻ എന്ന പേരിടാൻ പാടില്ല. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, വേണമെങ്കിൽ അബ്ദുള്ള എന്ന് വിളിക്കാം, അബ്ദുറഹ്മാൻ എന്ന് വിളിക്കാം. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് 2 പേരുകളാണ്, അബ്ദുള്ള എന്ന പേരാണ്, അബ്ദുറഹ്മാൻ എന്ന പേരാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, റഹ്മാൻ, കാരുണ്യവാൻ. അങ്ങനെ നമുക്കെന്ത് ചെയ്യാൻ പാടില്ല? ഒരാൾക്ക് നമ്മൾ പേരിട്ട് വിളിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. പക്ഷേ
ആ ഒരു സിഫത്തുണ്ടല്ലോ, റഹ്മത്തി എന്ന സിഫത്ത്, റഹ്മത്തി എന്ന സിഫത്തുണ്ടല്ലോ, പേര് വിളിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ആ റഹ്മത്ത് എന്ന സിഫത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റഹ്മത്തി എന്ന സിഫത്ത്, കാരുണ്യം എന്ന സിഫത്ത്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നബിയെ നീ മക്കയിലേക്ക് കടന്നു വരുമ്പോ, ദീനുൽ ഇസ്ലാമുമായിട്ട് കടന്നു വരുമ്പോൾ നിനക്ക് അനുഗ്രഹമായി നല്ല സ്വഭാവം നൽകി. നീ അവരോട് കാരുണ്യത്തോടെ പെരുമാറി, പരുഷമായി പെരുമാറിയില്ല, കോപിച്ചില്ല. നല്ല രൂപത്തിൽ അവർ പെരുമാറിയത് കൊണ്ടാണ് അവർ നീയുമായിട്ട് അടുത്തത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ കൊണ്ടുവരാൻ എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാരുണ്യത്തോടെ, സ്നേഹത്തോടെ നമുക്ക് പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും ഈ ഒരു കോപമോ ദേഷ്യമോ ഒന്നുമല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യാണ്? അവർ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും, അമ്മായിമ്മ പ്രശ്നങ്ങളും മരുമക്കൾ പ്രശ്നങ്ങളും ഭാര്യയും ഭർത്താവ് അങ്ങോട്ടുള്ള അടിയും പിടിയൊക്കെ കണ്ട് പെൺകുട്ടികൾ തീരുമാനിച്ചു, ഓരിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം വേണ്ട. എന്താ സംഭവിച്ചത്? എന്താ ഇവിടെ സംഭവിച്ചത്? എന്താണ് കൂട്ടരെ സംഭവിച്ചത്? ഈ പറയുന്നവരുടെ ജീവിതത്തിൽ ഇസ്ലാമില്ല, ഇവർ ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവർ കണ്ട കുടുംബങ്ങളുണ്ടല്ലോ, ആ കുടുംബത്തിലും ഇസ്ലാമില്ല, ഇവരുടെ ജീവിതത്തിലും ഇസ്ലാമില്ല, ഇവർ കണ്ട കുടുംബത്തിലും ഇസ്ലാമില്ല. കാരണം ഇസ്ലാം എന്താണ്? അൽ ഇസ്ലാമു ദീനുൽ മഹബ്ബത്തി വൽ റഹ്മത്തി വസ്സലാം. അൽ ഇസ്ലാമു ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും മഹബ്ബത്തിന്റെ മതമാണ്, വറഹ്മ കാരുണ്യത്തിന്റെ മതമാണ്, വസ്സലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് നമുക്ക് കൃത്യമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇസ്ലാം അത് സ്നേഹത്തിന്റെ മതമാണ്, ഇസ്ലാം അത് തീർച്ചയായിട്ടും കരുണയുടെ മതമാണ്, അത് സമാധാനത്തിന്റെ മതമാണ്. ഈ രൂപത്തിൽ ഒരു മുസ്ലിം ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് സൃഷ്ടാവിനെ സൂക്ഷിച്ചുകൊണ്ട്, സൃഷ്ടാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും ആ വീട് നിറയെ സ്നേഹമായിരിക്കും, വിട്ടുവീഴ്ചയായിരിക്കും, ആ വീട് നിറയെ സമാധാനത്തിന്റെ അന്തരീക്ഷമായിരിക്കും. മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ ജീവിതമൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ പാഠം നമ്മൾ ഉൾക്കൊള്ളുക. ഒരുപാട് ഭാര്യമാരുണ്ടായിട്ട് ഒരു ഭാര്യയോട് പോലും എന്ത് ചെയ്തിട്ടില്ല? മോശമാരിയിട്ട് പെരുമാറിയിട്ടില്ല. അനസ് റളിയല്ലാഹുവിന് അപ്പുറത്തെ ഉമ്മ കൊടുത്തയച്ച പഴം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിക്കാൻ വേണ്ടി മുന്നിലേക്ക് നീട്ടിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ കയ്യിലേക്ക് ഒരു തട്ട് കൊടുത്തപ്പോൾ ആ പാത്രം നിലത്ത് വീണ് ഉടഞ്ഞു. പഴം പറക്കിയെടുത്ത് പുതിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു പഴം വായിലേക്ക് ഇട്ടിട്ട് അനസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അനസേ നീ ഇത് ആ ഉമ്മാക്ക് തന്നെ കൊടുത്തയക്കണം. ഏതൊരു ഉമ്മയാണോ നിനക്ക് നൽകിയത് ആ ഉമ്മാക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കണം. ആ ഉമ്മയോട് പറയണം, അല്ലാഹുവിന്റെ ഹബീബ് ഒരു പഴം കഴിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് പിന്നെ അനസേ നീ പറയണം. കാരണം കൊടുത്തയച്ച ഭാര്യയ്ക്ക് പ്രയാസമാകരുത്. ആയിഷ ബീവിയോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ല, മാപ്പ് കൊടുത്ത റസൂലുള്ളാഹി ആകെ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആയിഷ പാത്രം നമ്മുടേതല്ല, ആയിഷ പാത്രം അപ്പുറത്തെ വീട്ടിലേതാണ്, ആയിഷ ആ പാത്രം പൊട്ടിയിട്ടുണ്ട്, ആയിഷ പുതിയ പാത്രം അതിന്റെ അവകാശികൾക്ക് നീ വാങ്ങിക്കൊടുത്തോ ആയിഷ. ഇതല്ലാതെ ദേശത്തിന്റെ കോപത്തിന്റെ ഒരു വാക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചില്ല, പറഞ്ഞിട്ടില്ല. ഇതാണ് സഹിഷ്ണുത. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, 10 വർഷത്തോളം റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ ജീവിച്ചിട്ട് ചെയ്യുന്നൊരു വാക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടില്ല, ചെയ്യുന്നൊരു വാക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടില്ല. അതാണ് സ്നേഹം, അതാണ് കാരുണ്യം, അതാണ് സഹിഷ്ണുത. തായിഫിന്റെ മലയോരത്ത് വെച്ച് പിന്നെ അവിടുത്തെ അങ്ങാടി പിള്ളേര് റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് മുറിവ് പറ്റി രക്തം വാർന്നൊലിക്കുമ്പോ മലക്കുൽ ജിബാൽ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, നബിയേ ഈ കാണുന്ന 2 പർവ്വതങ്ങൾക്കിടയിൽ വെച്ച് ഈ ജനതയെ ഞാൻ നശിപ്പിക്കട്ടെയോ? അല്ലാഹു മലക്കിനിറക്കിയിരിക്കുകയാണ്, മലക്ക് വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിനോട് ചോദ്യമാണ്, ഇവരെ ഞാൻ നശിപ്പിക്കട്ടെ? ഈ ജനതയെ അങ്ങയെ ദ്രോഹിച്ചവരെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഗഫർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അറിയാതെ എന്തൊക്കെ ചെയ്തു പോയി അല്ലാഹ്,
അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയി അല്ലാ, നീ അവർക്ക് പുറത്തു കൊടുക്കുക അല്ലാ. ഇതാണ് സഹിഷ്ണുത, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ആത്മബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരസ്പരം മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, ആത്മാവിൽ നിന്ന് മറ്റൊരു ആത്മാവിലേക്ക് കൈമാറപ്പെടുന്ന ബന്ധം, ആ സ്വഭാവം, അതാണ് സ്നേഹം. ആ സ്വഭാവം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ആ ആത്മബന്ധം നമ്മൾ നിലനിർത്തിയേ പറ്റൂ. അതിനെന്ത് ചെയ്യുക? സ്നേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സമാധാനത്തിൻ്റെ സ്വസ്ഥമായിട്ട് നല്ല സംസാരം അല്ലേ? പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക, ഒരു പരിശോധനയ്ക്ക് വിധേയമാകുക. നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? മാന്യമായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. മാന്യമായി. അത് വളരെ വലിയ വിഷയമാണ്. കുടുംബജീവിതത്തിൽ വലിയ വിഷയമാണ്. മാന്യമായിട്ട് ആരോടാണെങ്കിലും, ഉമ്മയോട്, വാപ്പയോട്, ആരോടാണെങ്കിലും, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള മാനസികമായി പ്രയാസപ്പെടുത്തുന്ന, നമ്മളെ തളർത്തിക്കളയുന്ന, പ്രത്യേകിച്ച് മറ്റൊരു വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നവർ എല്ലാവരോടും ആരോടും നമ്മൾ സംസാരിക്കുമ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹക്കീം, നീ ശിർക്ക് ചെയ്യരുത് മോനെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം മോനെ, നിസ്കാരം നിലനിർത്തണം മോനെ, നീ സക്കാത്ത് കൊടുക്കണം മോനെ. അങ്ങനെ ഇസ്ലാമിക വലിയ വിഷയങ്ങൾ ആ തന്റെ മകന് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം തന്റെ മകനോട് പറയാണ്, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ. ഒരാൾക്ക് നേരെയും നിന്റെ കവിളിനെ നീ കോട്ടല്ല മോനെ. ഒരാളുടെയും പ്രവർത്തനം കണ്ട്, ഒരാളുടെയും വാക്ക് കണ്ടുകൊണ്ട് നിന്റെ കവിളിനെ നീ തിരിക്കാൻ പാടില്ല. എന്താ പറഞ്ഞത്? ഒരാളോടും നീ ദേശത്തോടു കൂടി പെരുമാറല്ല മോനെ. ഒരാളോടും നീ കയർത്തി ഒച്ചത്തിൽ സംസാരിക്കല്ല മോനെ. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ശബ്ദം കഴുതയുടെ ശബ്ദമാണ് മോനെ. ഏറ്റവും അള്ളാഹുവിന് വെറുപ്പുള്ള ശബ്ദം കഴുതയുടെ ശബ്ദമാണ് മോനെ. അതുപോലെ നീ ജനങ്ങളോട് സംസാരിക്കരുത് എന്ന് ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകൻ വളർന്നു വലുതാകാൻ സമയത്ത് തൻ്റെ മകൻ നൽകിയ ഉപദേശങ്ങളാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ഇത് നമുക്ക് പാഠമാക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്. വീട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സമാധാനപരമായിട്ട് ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചർച്ച ചെയ്ത് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ചുരുങ്ങിയതൊരു ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു അരമണിക്കൂർ സമയം അങ്ങോട്ടിങ്ങോട്ടും സംസാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തിയേ പറ്റൂ. നമ്മളൊന്ന് ആലോചിക്കുക, വീട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഒന്നിരുന്ന് സംസാരിച്ചിട്ട് എത്ര കാലേ? ഒന്നാലോചിക്ക്. നമ്മൾ ഈ സംഗമം നടത്തിയിട്ട് മൂടും തട്ടി എഴുന്നേറ്റ് പോയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അള്ളാഹു ചേർത്തിയ ബന്ധങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ ഉപദേശം, ഇനി വരാനിരിക്കുന്ന ആളുകളുടെ ഉപദേശം, പണ്ഡിതന്മാരുടെ, അബ്ദുറഹ്മാൻ സലഫി ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹനീഫ കായക്കോട് നിങ്ങളോട് സംസാരിക്കും. ഈ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ മൂടും തട്ടി എഴുന്നേറ്റ് പോയി. അവര് പറയണൊക്കെ അവർ പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനിക്കും എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ കുറച്ചു കാലൊക്കെ ആ ഒരു അഹങ്കാരം വെച്ച് നമ്മൾ ജീവിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ദിവസം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഒന്നിരുന്ന് സംസാരിച്ചിട്ട് എത്ര കാലായി? ഇതാണ് സ്നേഹബന്ധം ഉണ്ടാക്കാനുള്ള ഏക മാർഗം. വാട്സാപ്പ് ഉണ്ടല്ലോ, അതിലൂടെയുള്ള ബന്ധങ്ങളെല്ലാം, പിന്നെ ഫോൺ കോളുകളല്ല, ഫേസ്ബുക്കുകളല്ല, ചാറ്റലുകളല്ല. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന്, ഉമ്മയും ബാപ്പയും വീട്ടിലുള്ളവരൊക്കെ പണി കഴിഞ്ഞ്, ബാപ്പ വീട്ടിൽ ജോലി കഴിഞ്ഞ് വന്ന് ഉമ്മാൻ്റെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം നമ്മളിരുന്ന് ചർച്ച ചെയ്യുക. എടാ പിന്നെ മക്കളോട് പറയാം, മക്കൾക്ക് നല്ല സന്തോഷങ്ങൾ പകർന്നു കൊടുക്കുക, സ്നേഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറയാം. മക്കളും ബാപ്പാനോട് എന്ത് ചെയ്യുക? ബഹുമാനത്തോടു കൂടി അവൻ്റെ ജീവിതത്തിൽ അന്നത്തെ ദിവസത്തെ സന്തോഷങ്ങൾ പറയുക. പിന്നെ നമ്മുടെ ബിസിനസ്സിൽ കച്ചവടങ്ങൾക്കുണ്ടായ പിന്നെ സന്തോഷങ്ങൾ പറയാ അല്ലേ? ഇതൊന്നും മിണ്ടൂല. വീട്ടിൽ വന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടൊന്നും പറയാനില്ല, ഭർത്താവിന് ഭാര്യയോടൊന്നും പറയാനില്ല. അവര് വരുന്നു, കുളിക്കുന്നു, നിസ്കരിക്കാനുണ്ടെങ്കിൽ നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് കിടന്നു. അതല്ലെങ്കിൽ ഒരു മൂലയിൽ പോയിരുന്ന് ഭാര്യ ഒരു ഭാഗത്ത് ഫോണില്, ഭർത്താവ് ഒരു ഭാഗത്ത് ഫോണില്, മക്കള് വേറെ റൂമില്. എങ്ങനെയാ കുടുംബ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുക? അതെല്ലാം മാറ്റിവെച്ച് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒന്നിച്ചിരുന്നു സന്തോഷം പങ്കിടാൻ, സമാധാനം പങ്കിടാൻ, നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ അല്ലേ? നമ്മൾ പഴയ തുണികളൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പഴയ തുണികളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ, നമ്മുടെ
ഉമ്മാൻ്റെ മരിച്ചുപോയ ഉമ്മുണ്ടല്ലോ, മരിച്ചുപോയ വാപ്പയുണ്ടല്ലോ, ഒരു വേള ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ അവർക്ക് കൊടുക്കട്ടെ. അവരുടെ കബറിടം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കട്ടെ, പ്രകാശപൂരിതമാക്കട്ടെ. അവരൊക്കെ ധരിച്ച വസ്ത്രം നമ്മൾ പെട്ടിയിൽ റാക്കിൻ്റെ മുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും, വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. അതൊന്ന് എടുത്തു നോക്കിയേ. ഉമ്മ ധരിച്ച വസ്ത്രം, വാപ്പ ധരിച്ച വസ്ത്രം, അതൊക്കെ ആകെ തുരുമ്പി നിവർത്താൻ പോലും കഴിയാത്ത രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും. അത് നമ്മളൊന്ന് നിവർത്താൻ ശ്രമിച്ചാൽ പൊടിയായി അത് വീഴുന്നൊരു അവസ്ഥയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ആ രൂപത്തിലേക്ക് ആ വസ്ത്രങ്ങൾ മാറിയിട്ടുണ്ടാകും. പഴയ വസ്ത്രങ്ങൾ അത് ചുളിഞ്ഞതിനേക്കാൾ കൂടുതൽ ഓരോ ദിവസങ്ങളും അത് ഇരിക്കുന്തോറും ചുളിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ എൻ്റെ വസ്ത്രം ഇന്ന് ഞാൻ പോരുമ്പോൾ, വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ഞാനിങ്ങനെ പോരാണ് ഈ സ്ഥലത്തേക്ക്, താനൂരിൻ്റെ അടുക്കലുള്ള ഒട്ടുമ്പലേക്ക് വരുമ്പോൾ, ഇന്നെൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. ആ ഭാര്യ എനിക്ക് തേച്ച് തന്ന വസ്ത്രം, അതല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ എൻ്റെ ഉമ്മ തേച്ച് തന്ന വസ്ത്രം, അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും തേച്ച് തന്ന വസ്ത്രമോ നിങ്ങൾ തേച്ച വസ്ത്രമൊക്കെ ആയിട്ട് നമ്മൾ വരും. ഈ വസ്ത്രം ഇങ്ങനെ അലക്കിയും തേച്ചും നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് നല്ല വസ്ത്ര, ഇതിന് തുരുമ്പ് പിടിച്ചിട്ടില്ല, ഇതിന് കോട്ടങ്ങൾ വന്നിട്ടില്ല, ഇത് നുരുമ്പി പോകുന്നില്ല. ഇതുപോലെയാ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ പങ്കിടാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ എന്നും കോപമാണ് നമുക്കിടയിൽ, എന്നും വെറുപ്പാണ് നമുക്കിടയിൽ. ആരു പകയും വിദ്വേഷവുമായിട്ട്, നെഗറ്റീവ് ചിന്തകളുമായിട്ട്, ഈഗകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, നമുക്കിടയിലുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളും തീർക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ, ആ തുണിയുണ്ടല്ലോ, പഴയ തുണിയുണ്ടല്ലോ, അത് നുരുമ്പിപ്പോകുന്നത് പോലെ തീർച്ചയായിട്ടും നമ്മൾ ബന്ധങ്ങൾ അത് നുരുമ്പിപ്പോകും തന്നെ ചെയ്യും. വല്ലാഹി സത്യം, യാതൊരു സംശയമില്ല. അത് നമ്മുടെ പുതിയ വസ്ത്രങ്ങൾ ഇങ്ങനെ തേച്ച് മിനിക്കും കൊണ്ട് നടക്കണ പോലെ എന്ത് ചെയ്യണം, നമ്മുടെ ബന്ധങ്ങൾ എന്നും ചേർത്തി നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാരത്രിക ലോകത്ത് നമുക്ക് ഒരു സ്വർഗീയ കുടുംബത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചില മോശമായ സ്വഭാവങ്ങളുണ്ട്, പക, അതുപോലെ തന്നെ ഈഗോ, അല്ലേ, ഈഗോ പ്രശ്നങ്ങൾ, അല്ലേ, ഞാനാ വലുത്, മറ്റുള്ളവരെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, വലുതാക്കാൻ. സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ ഈഗോ പ്രശ്നം പാടില്ല കൂട്ടരെ. ഈഗോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, പകൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത്. അതെല്ലാം അള്ളാഹുവിന്റെ ഹബീബ് കാലിന്റെ ചുവട്ടിലേക്ക് വെച്ചിട്ട് എല്ലാ പകകളും ഞാൻ ചവിട്ടി അരക്കുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. വ്യാജമായ ബന്ധങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വ്യാജമായ ബന്ധങ്ങൾ, അരുതേ എന്ന് പറയുന്ന ബന്ധങ്ങൾ, ആത്മബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പുലർത്തിക്കൊണ്ടുപോകുക. അരുതേ എന്ന് പറയുന്ന ബന്ധങ്ങളുണ്ട്. നമുക്കറിയാം ഇന്ന് കൂടുതലും വലിയ പ്രശ്നങ്ങൾ എന്നറിയോ, പണ്ടൊന്നും കാലത്തില്ലാത്തൊരു വല്ലാത്തൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇന്ന് വല്ലാതെ വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? പഴയ കാലത്ത് നമ്മളെ SLC +2 കാലത്ത്, അല്ലെ, പഴയ SLC +2 കാലത്തൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്താ പറയാ, ഒരു സംഗമം, അല്ലേ, ഒരു സംഗമം. ഇപ്പൊ ചോദിക്കുന്നവരുണ്ട്, ആണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ എന്താ പ്രശ്നം? ആണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ എന്താ പ്രശ്നം? ആണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ ആകാശം പൊളിഞ്ഞു പോകോ? അതിപ്പോ കണ്ടുകൊണ്ടിരിക്കുക. എന്നോ ഒരു കാലത്ത് പഠിച്ചവർ അതിനു വേണ്ടി പ്രത്യേക സംഗമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പാട്ടുകൾ, ആനന്ദങ്ങൾ, അവിടെ ബിരിയാണി വിളമ്പുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, സന്തോഷങ്ങൾ പങ്കിടുന്നു. അന്ന് പഴയ സഹപാഠിയെ കാണുന്നു, ഒപ്പം പഠിച്ചവനെ കാണുന്നു, ഒപ്പം പഠിച്ചവളെ കാണുന്നു. വീട്ടിലാകെ പ്രശ്ന, വീട്ടിലുള്ളവളെ വേണ്ട, വീട്ടിലുള്ളവനെ വേണ്ട. അപ്പോഴിതാ തൻ്റെ പഴയ സഹപാഠിയെ കണ്ടപ്പോ അവരോടാണിപ്പോ ചാറ്റിങ്, അവരോടൊപ്പമുള്ള ജീവിതമാണ് ഇപ്പോൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഗമങ്ങൾ, ഈ സംഗമല്ല, ഈ രൂപത്തിൽ പഴയ സഹപാഠികൾ ഒന്നിച്ചുള്ള സംഗമങ്ങളൊക്കെ ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ ആഴത്തിലേക്ക് കൊണ്ടുപോയി അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ ഈ പ്രമേയം സെലക്ട് ചെയ്തിട്ട് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വ്യാജമായ ബന്ധങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു ചേർത്തിയ ബന്ധങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ ജീവിതത്തിൽ അനിവാര്യമാണ്. ഒരിക്കലും വലാത്തകുൻ കസാഹിബിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ ആളെ പോലെ നിങ്ങൾ ആകരുത്. ആരെ കുറിച്ചാ പറഞ്ഞത്? മത്സ്യത്തിന്റെ ആളെ പോലെ. ആരും മത്സ്യത്തിന്റെ ആള്? ഒട്ടുമുതലുള്ള ആൾക്കാരോട് മത്സ്യത്തിന്റെ ആളെന്ന് പറഞ്ഞ മുക്കോനാന്ന് പറയാം. അല്ല, യൂനുസ് നബിയെ കുറിച്ച് അല്ലാഹ് പറയാ,
യൂനുസ് നബിയെ കുറിച്ച് അല്ലാഹു പറയാ, മത്സ്യത്തിന്റെ ആളെക്കുറിച്ച് ആളെപ്പോലെ നിങ്ങൾ ആകരുത്. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇട്ടെറിഞ്ഞു പോയപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയാണ്, വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ ആളെപ്പോലെ നിങ്ങൾ ആകല്ലേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അക്ഷമനാകല്ലേ. ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനിയും ഒരുപാട് കാലം ജീവിക്കുകയാണ് എങ്കിൽ നമുക്കൊന്നും കിട്ടാത്ത ഒരുപാട് വിജ്ഞാനങ്ങൾ ഇനിയും ലോകത്ത് കിട്ടുമായിരുന്നു. ഒരുപാട് വിജ്ഞാനങ്ങൾ ലോകത്ത് നശിച്ചു പോയി. എന്താ കാരണം? ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൂടെ നടക്കുന്ന വിഷയത്തിൽ അക്ഷമനായി പോയി കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ജീവിതത്തിൽ അക്ഷമനായാൽ പല ബന്ധങ്ങളും മുറിഞ്ഞു പോകും. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലില്ല. കോപമില്ല, പകയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, സ്നേഹം മാത്രം, സഹിഷ്ണുത മാത്രം, വിട്ടുവീഴ്ച മാത്രം. നല്ല സ്നേഹത്തിന്റെ, ലളിതമായ സ്നേഹത്തിന്റെ വർത്തമാനം മാത്രമേ നിങ്ങളുടെ നാവിൽ നിന്ന് വരാൻ പാടൂ. ആ ഒരു സംസാരം വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് നോക്കിയേ അല്ലെ, നാളെ സ്വർഗത്തിൽ നമുക്കിതുപോലെ ഒരുമിക്കാൻ സാധിക്കണം. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ, ഈ ദുനിയാവിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ, നമുക്ക് നാളെ പരലോകത്തും അല്ലാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത്, അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കണം. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, പടച്ചോനെ അങ്ങനെയാണെങ്കിൽ ഇക്ക് വേണ്ട, എന്ത് വേണ്ട, ആ സ്വർഗം തന്നെ വേണ്ട, കാരണം ഇവിടെ തന്നെ കുടുങ്ങി കിടക്കണം, ദുനിയാവിൽ തന്നെ കുടുങ്ങി കിടക്കാണ്. ഇവിടുത്തെ ഭാര്യയാണ് അവിടുത്തെ ഭാര്യ, ഇവിടുത്തെ മക്കളാണ് അവിടുത്തെ മക്കൾ, ഇവിടുത്തെ മാതാപിതാക്കളാണ് അവിടുത്തെ മാതാപിതാക്കൾ, ഇതേ കുടുംബം തന്നെയാണ് അവിടെയും വരുന്നതെങ്കിൽ എന്ത് വേണ്ട, സ്വർഗം വേണ്ടാനാ ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല എന്ന ചിന്ത വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്, നമ്മുടെ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇസ്ലാം മഹബത്തിന്റെ, റഹ്മത്തിന്റെ മതമാണ്. ആ മഹബത്തും റഹ്മത്തും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ തീർച്ചയായിട്ടും കുടുംബജീവിതം സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ജീവിതമായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ജന്നാത്തുൽ ഫിർദൗസിൽ ഇരിക്കുന്ന വാപ്പയുണ്ടല്ലോ, ആ വാപ്പ ആഗ്രഹിക്കുകയാണ്, എൻ്റെ മകൻ ഈ എൻ്റെ കൂടെ ഒന്നുണ്ടായിരുന്നു എങ്കിൽ, എൻ്റെ ഇണയൊന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ, എൻ്റെ മാതാപിതാക്കളൊന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിലെന്ന് ആ വാപ്പ ആഗ്രഹിക്കുമ്പോ, ആ മകൻ ആഗ്രഹിക്കുമ്പോ, ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോ, ഏതൊരു വ്യക്തിയെ കുറിച്ചാണോ എന്റെ സമീപത്തേക്ക് വന്നിരുന്നു എങ്കിൽ ആഗ്രഹിച്ചത്, ആ മനുഷ്യനെ ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ നമ്മൾ ഒരുമിപ്പിക്കുന്നൊരവസ്ഥ അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ലൂത്ത് നബി വിചാരിക്കുകയാണ്, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. നൂഹ് നബി വിചാരിക്കുകയാണ്, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നടക്കുകയില്ല. ഇബ്രാഹിം നബി വിചാരിക്കുന്നു, എൻ്റെ വാപ്പയൊന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിലെന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഇരിക്കുന്ന ഇബ്രാഹിം നബി സ്വപ്നം കണ്ടാൽ, അതല്ല മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നാട് മുഴുവൻ അവഗണിച്ചപ്പോ തനിക്ക് സംരക്ഷണം നൽകി. അലം യജ്ദിക യതീമൻ ഫആവാ, നീ ഒരു അനാഥനായിരുന്നല്ലോ, ഉമ്മയില്ലാതെ വാപ്പയില്ലാതെ വല്ലിപ്പയില്ലാതെ നീ ജീവിച്ചപ്പോഴും നിനക്ക് നാം സംരക്ഷണം നൽകി. ആരിലൂടെ നൽകി? അബൂ താലിബിലൂടെ നൽകി. ഹിജ്റ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ, മദീനത്തേക്ക് യസ്രിബിലേക്ക് ഹിജ്റ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ അബൂ താലിബിന്റെ സംരക്ഷണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ അബൂ താലിബ് മരിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. നീ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ മുഹമ്മദ് നിനക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി വിചാരിക്കുകയാണ്, തന്റെ ജീവിതകാലത്ത് ശത്രുക്കൾ വന്നിട്ട് ചോദിച്ചപ്പോൾ പോലും മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതാ, മുഹമ്മദിനെ നീ ഞങ്ങൾക്ക് വിട്ടുതന്നാൽ മുഹമ്മദിനെ കൊല്ലാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോ ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട അബൂ താലിബ് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ
ആ പിതാവുണ്ടല്ലോ, എൻ്റെ എളാപ്പയുണ്ടല്ലോ, ഒന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ആഗ്രഹിച്ചാൽ ഒരിക്കലും ആ ആഗ്രഹം നടക്കുകയില്ല. സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടാകണം. സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടാകണം. നരകത്തിൽ പോയവൻ എൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ജന്നാത്തുൽ ഫിർദൗസിൽ ഇരിക്കുന്ന വാപ്പ ആഗ്രഹിക്കുമ്പോൾ തൻ്റെ ഇണയെയും മാതാപിതാക്കളെയും മക്കളെയും എല്ലാം എത്തിച്ചു കൊടുക്കും. അവർ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടാകണം. സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുടുംബക്കാരുണ്ടാകുമോ, അവരുടെ ആഗ്രഹപ്രകാരം ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഒരുമിപ്പിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കുക. എന്നിട്ട് കുറച്ച് കാലമേ ഉള്ളൂ. ആ ഉള്ള കാലം നമ്മൾ എന്ത് ചെയ്യുക? നല്ല സന്തോഷത്തോടെ സമാധാനത്തോടൊക്കെ ജീവിക്കുക. എല്ലാം ഒരു ഇബാദത്തായിട്ട് എടുക്കുക. എല്ലാം പല പ്രശ്നങ്ങളുണ്ടാവും. കുടുംബ പ്രശ്നമാകുമ്പോൾ കുടുംബ വിഷയമാകുമ്പോൾ പല പ്രയാസങ്ങളും. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് പലതുണ്ടാകും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് വേണ്ടി ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം എൻ്റെ ജീവിതം, എൻ്റെ ജീവിത മരണമെന്ന പ്രതിഭാസങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ, അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ, രാവിലെ മുതൽ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറിയതാണ്. രാത്രി നമസ്കാരം വരെ പാത്രം കഴുകലാണ് ജോലി, ഭക്ഷണം ഉണ്ടാക്കലാണ് ജോലി, അതുപോലെ തന്നെ വസ്ത്രം അലക്കലാണ് ജോലി. അല്ലേ? ഈ ലോകത്ത് കൂലിയില്ലാത്ത, ശമ്പളമില്ലാത്ത, സാലറി ഇല്ലാത്ത, നമ്മൾ ഓഫീസിൽ പോയാൽ സാലറികളുണ്ട്. നമ്മൾ ജോലി ചെയ്താൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പളമുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഭാര്യയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഉമ്മയെ കുറിച്ചൊന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ആ സ്ത്രീകൾ എടുക്കുന്ന ജോലിക്ക് സാലറി ഇല്ല, പിന്നെ ശമ്പളമില്ല. അവർക്കാകെ നമുക്ക് കൊടുക്കാനുള്ളത് നല്ല വാക്കുകളും നല്ല സ്നേഹം മാത്രമാണ് അവർക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. അങ്ങനെ അവർ പിന്നെ രാവെന്ന പകലെന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, നമുക്ക് വേണ്ടി അവർ ജീവിക്കുമ്പോൾ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ക്ഷമിക്കുക. ആ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്നവർ എന്ത് ചെയ്യുക? അത് അല്ലാഹ്ക്ക് വേണ്ടിയാക്കുക. എത്രത്തോളം നീയും നിന്റെ ഭാര്യയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ നല്ല മനസ്സുണ്ടായാൽ, അവിടെ നല്ലൊരു നെയ്യത്തുണ്ടായാൽ അത് ഇബാദത്താണ്. അതിന് പോലും കൂലിയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാൾ വലിയ സുന്ദരം ഉള്ളത്, ഇതിനേക്കാൾ എന്താ ഞാൻ പറയേണ്ടത്? നീ ലൈംഗിക ബന്ധത്തിൽ നിന്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നത് പോലും ഇബാദത്താണ്. അതിന് പോലും നിനക്ക് നല്ല നെയ്യത്തുണ്ടെങ്കിൽ നിനക്ക് എന്തുണ്ട്? നിനക്കതിന് കൂലിയുണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതിൽ ഒരു കഷ്ടപ്പാട് നമ്മൾ കാണരുത്, ഒരു ദേഷ്യം അതിലുണ്ടാകരുത്, ഒരു അറുപ്പ് നമുക്കതിലുണ്ടാകരുത്, ഒരു വെറുപ്പ് അതിൽ നമുക്കുണ്ടാകരുത്. ഉണ്ടായാൽ നമുക്ക് പരലോകം നഷ്ടപ്പെടുകയാണ്. ഈ കൂടിയൊന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഓരോ കുടുംബം റെഡിയായാൽ ഇൻഷാ അല്ലാഹ് ഒട്ടുമ്മലും പിന്നെ ചമ്മാടും പരപ്പനങ്ങാടിയും താനൂരും തിരൂരും ഒക്കെ അങ്ങോട്ട് നന്നാകും. തന്നെ നമുക്ക് സംസാരിക്കും. തന്നെ നമുക്ക് നമ്മുടെ വിഷയം, നമ്മുടെ സമൂഹം നന്നാകണമെങ്കിൽ ഓരോ വ്യക്തികളും നന്നായി തീരുമാനിച്ച് കുടുംബം നന്നായ സമൂഹം നന്നാകും. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم ارحمنا يا ارحم الراحمين. اللهم اعز الاسلام والمسلمين ودمر اعداءك اعداء الدين. اللهم انصر اخوان المسلمين في كل مكان. اللهم انصر اخوان المسلمين في فلسطين. اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. ربنا تقبل منا من صلاتنا وصيامنا وقيامنا وكل من أعمال صالحاتنا يا رب العالمين.